ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി സൺഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓട്ടോ ഓടാൻ വേണ്ടിയല്ല പോകുന്നത്. നമ്മളിന്ന് പോകുന്നത് ഒരു ചെറിയൊരു പ്യുവർ വെജിറ്റേറിയൻ ഒരു കാറ്ററിംഗ് പരിപാടിക്കാണ് പോകുന്നത്. നമ്മൾ കുറച്ചാൾ മുമ്പ് പോയ പോലെ പോണ വഴിക്ക് കഴിക്കാൻ വേണ്ടി സ്നാക്സ് എടുത്തിട്ടുണ്ട്. സ്നാക്സ് അല്ല, നമ്മുടെ വീട്ടിലുണ്ടായ നാടൻ റംബൂട്ടാനാണ്. പണ്ട് ഇതിന് ഭയങ്കര ഡിമാൻഡ് നമുക്ക് ഇത് എവിടെയെങ്കിലും കിട്ടണമെന്നായിരുന്നു. വീട്ടിൽ കാഴ്ച കഴിഞ്ഞപ്പം പട്ടി വിലയാണ്. ഇപ്പോൾ ആർക്കും വേണ്ട, ചുമ്മാ അവിടെ കാച്ചു കിടക്കുക. ഇപ്പോൾ ഇത് ചവറ് പോലെയായി. പണ്ട് ഇത് കിലോ 200 രൂപയായിരുന്നു, ഇപ്പോൾ കിലോ 100 രൂപയ്ക്ക് കിട്ടും. ഡിമാൻഡ് പോയി കഴിച്ചു. അപ്പം നമ്മൾ നേരെ കാറ്ററിങ്ങിന് പോവുകയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ചെറിയൊരു കാറ്ററിങ്ങിന് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്യുവർ വെജിറ്റേറിയൻ ആണ്. അപ്പോൾ പെട്ടെന്ന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ടും ഉണ്ട്. നേരെ ഫ്രണ്ടിനെ പോയി പിക്ക് ചെയ്യുക, എന്നിട്ട് നമുക്ക് നേരെ വിട്ടേക്കാം. അവൻ എന്ത് ചെയ്യേ ജയ്സ്? അവൻ പോസ്റ്റ് ഞാൻ കറക്റ്റ് 9 മണിയായപ്പം അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ അവൻ ടു പോസ്റ്റ്. അപ്പം അവൻ മന്ന വരെ നമുക്കൊരു റംബൂട്ടാൻ കഴിക്കാം. റംബൂട്ടാൻ അപ്പോൾ ഞങ്ങളങ്ങനെ പ്യുവർ വെജിറ്റേറിയൻ കാറ്ററിങ്ങിന് പോവുകയാണ്. അയ്യോ, ചോറൊക്കെ പറഞ്ഞാണ്. നാണമുള്ള കുട്ടിയാണ്. വീട്ടില് മധുരയില്ലേ? അതാ പറഞ്ഞേ, നാടന്റെ ഗുണം അതാ. മറ്റത് പാണ്ടിയാ. ആ, പക്ഷെ അതാ ഗുണം. ഇതാണ് ഒറിജിനല്. വീട്ടിൽ എന്തോരം അറിയാം. ഏറ്റുമാനൂരുള്ള ഒരു കൺവെൻഷൻ സെന്റർ ആട്ടോ, നോക്കി അടിപൊളി കേസ്. അപ്പം മുടിയൊക്കെ ചീവി നമ്മൾ സുന്ദരനായിട്ടാണ് പോകുന്നത്. ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കണമെന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ ആണോ? ഇന്നലെ ഞാൻ പറഞ്ഞ 600 രൂപ വരെ പരിപാടിയാണ്. അപ്പൊ ഗൈസ്, വെജിറ്റേറിയൻ വൈകിട്ട് ഉച്ചയാന്ന് വരുന്ന പറഞ്ഞ് വെറുതെയാണ്. വരുമ്പോൾ രാത്രിയാവും. വണ്ടിയിലെല്ലാം ഇടട്ടെ, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ വണ്ടിയിലൊന്നും കാണത്തില്ല. അപ്പം നമുക്കങ്ങ് ഇറങ്ങാം. സമയം 9:30. ഈ പിള്ളേരുടെയൊക്കെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഇവിടെ അല്ലല്ലോ, ഇത് വേറെ ആരുടെയോ വണ്ടിയാണ്. അപ്പോൾ ഇത് നമ്മുടെ വണ്ടി ഇവിടെ സെറ്റായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ദൈവമേ, തിരിച്ചു വരുമ്പോൾ വണ്ടിയിലെല്ലാം കണ്ടാൽ മതി എന്നൊരു ഒറ്റ പ്രാർത്ഥനയുള്ളൂ. പിന്നെ ഇത് വലിയ കൺവെൻഷൻ സെൻ്ററായിട്ട് ക്യാമറയൊക്കെ കാണും, അതുകൊണ്ടൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒത്തിരി നടക്കാനുണ്ട് കേട്ടോ. അതെ, ഇതൊരു എനിക്ക് അങ്ങനെ വലിയ റിസോർട്ടല്ലേടാ? റിസോർട്ട് ഊഞ്ഞാലുണ്ട്, നമുക്കൊന്ന് ഊഞ്ഞാലടിയാലോ. നല്ല തീരുമാനം. ഒന്ന് ആടാ, ഇത് ഓടിപ്പിടിച്ചിരുന്നിട്ട് അങ്ങോട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. വെജിറ്റേറിയൻ ആയതുകൊണ്ട് അപ്പോൾ നമുക്കൊന്ന് ഊഞ്ഞാലാണ്. പൊട്ടിപ്പോവോ? പിള്ളേർക്ക് കറക്റ്റ് കമ്പിയോടെ ഉൾപ്പെടെ തലേ വീഴും. എന്താ ഇത്? ഇത് വലിയവർക്ക് പാടാനുള്ളതാ. ഊഞ്ഞാലിടയ്ക്കുന്ന യുവാവ് തലയിൽ കമ്പി വീണ് മരിക്കും. ഓടാ, ഇത് മറ്റേ കപ്ലിങ്ങല്ലേ? ചിലപ്പോ മൂഞ്ഞി കേട്ടോ. ഞാനിരിക്കുമ്പോഴാണോടാ വെയിറ്റ്? നമുക്ക് പതുക്കെ. ആ, ഓക്കെ, സെറ്റ്. ജ്യൂസ് കൗണ്ടറൊക്കെ ഭയങ്കര വലിയ സെറ്റപ്പ് അല്ലേ? അയ്യോ, ചുമ്മാ ഹാളിലൊന്ന് കയറി നോക്കാം. കുഞ്ഞുവിന്റെ മംഗല്യം ഇവിടെയാണേ. എടാ, ഒരു 10,000-2000 രൂപയുടെ പരിപാടിയാടാ നമ്മുടെ. ഇത് ഹാളോ? ഓക്കെ, കണ്ടിട്ട് ഞെട്ടിപ്പോയി. 500 പേരുടെ പരിപാടിയാന്ന് പറഞ്ഞ് വന്നതാ. ഇത് 500 അല്ല. ആളിത്രോ അല്ലേ? ഫുഡ് ഇത്രേ ഉള്ളൂ, അത് കുഴപ്പമില്ല, നമുക്ക് സമാധാനമുണ്ട് കേട്ടോ. പക്ഷെ ഹാളിൻ്റെ വലിപ്പം നോക്കി, എൻ്റെ അമ്മേ. കണ്ടോ, കാറ്ററിങ്ങിന് വന്നിട്ട് ഇരുന്ന് സീരീസ് കാണുന്നു. അതാണ് ഈ വെജിറ്റേറിയൻ കാറ്ററിങ്ങിന് വന്നുള്ള ഗുണം.
ഇപ്പോൾ പണിയൊന്നുമില്ല. എങ്ങനെ നിൽക്കുന്ന സമയത്ത് 9:42 10 മണി 11 മണി അത് ചുമ്മാ ഇരിക്കാം. 10:30 11 ലോഡ് വരും. അപ്പം തൊട്ട് ഒരു മണിക്കൂറത്തേന് തിരക്കാം. പിന്നെ 12 തൊട്ട് നിന്ന് തിരിയാൻ സമയത്താവും, പറന്ന് കിടന്ന് ഓടണം. പിന്നെ 2 മണി വരെ ആ തിരക്ക് മാത്രമേ ഉള്ളൂ. അതാണ് വെജിറ്റേറിയൻ കാറ്ററിംഗ് എന്നാണ് ഗുണം. പക്ഷെ നോൺ വെജ് ആണെങ്കിൽ ഇങ്ങനെ ഒന്നും ഇരിക്കാനുള്ള സമയമില്ല. മുതലാളി അവിടെ ഇങ്ങോട്ട് പോടാ അങ്ങോട്ട് ഓർഡറാ. അതാണ്. അപ്പം നിങ്ങൾ വെജിറ്റേറിയൻ കാറ്ററിങ്ങിന് പോവുക. എന്താ സുഖം, രാവിലെ എണീക്കുന്നു. പിന്നെ എല്ലാ ദിവസവും പണിയുള്ള പക്ഷെ എല്ലാ ദിവസവും പണിയില്ല കേസ്, അതാണ് ഒരു പ്രശ്നം. ഓക്കെ, അപ്പം ഇനി കുറച്ച് നേരം ഫോണെ റീലൊക്കെ കണ്ട് സിനിമയൊക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. ലോഡ് വന്നിട്ട് ലോഡ് ഇറക്കാൻ വേണ്ടി പോവാം. ഇനി പണിയാട്ടോ, പണി സ്റ്റാർട്ടായിട്ട്. അപ്പോൾ കേസ് ഫൈനലി നമ്മുടെ വണ്ടിയുടെ ലോഡിങ് ഫുള്ള് കഴിഞ്ഞു. ഓക്കെ, സ്റ്റാർട്ടായിട്ടൊരു വണ്ടിയാണ് കേട്ടോ ലോഡ് വന്നത്. 1000 പേരുടെ പരിപാടിയാണ്. ടയർഡായിപ്പോയി. ഇത് തന്നെ ഇറക്കാന്ന് വെച്ചിട്ട് ടാസ്ക് ആണ്. വണ്ടിക്ക് നല്ല ഹൈറ്റ് ഉള്ളതാണ്. ഇവിടെ എന്താണ് പറയാനുള്ളത്? എൻ്റെ കല്യാണം ഇതുപോലെ ഒരു അൺപരിപാടി. അതെ, 1000 പേരുടെ പരിപാടി ആയിക്കോടെ പോയി. കുഞ്ഞിന്റെ പരിപാടി അതെ, ആർക്ക് വേണമെങ്കിലും വരാം. ഇത് 1000 പേരുടെ പരിപാടി കേട്ടോ. അതൊക്കെ അടിപൊളി എന്ന് പറയാം. അപ്പം നമുക്ക് ബാക്ക് ടു വർക്ക്. നമ്മളിത് കാണാൻ വേണ്ടി വന്നത്. നമ്മുടെ പരിപാടി ഇവിടെയാണ്. ബാക്ക് ടു വർക്ക് ഗൈസ്. ഇതെടുക്കും കേട്ടോ, നമ്മുടെ യൂണിഫോം സെറ്റ് ചെയ്തോണ്ടിരിക്കും. ഞാൻ ഇഷ്ടപ്പെട്ടോടാ, നല്ല ഓവറായിട്ടുണ്ട്. തപ്പി എടുക്കണം. എങ്ങനെയുണ്ട്, ജോറാണോ? പാപ്പിക്ക് ഞാൻ വയസ്സ് നമുക്ക് 42 കിട്ടിയത്. നമുക്കിത് വെയർ ചെയ്യാം. മാസ്ക് ഒക്കെ ഒരു ഇത് ഇതിന്റെ ആരാധകരാ കേട്ടോ. പിന്നെ നമ്മളോട് ഇപ്പൊ പറഞ്ഞു ചോറെടുക്കാൻ വരുവാ. കഴിപ്പറഞ്ഞെന്തിനാ? 2 ചോറ് മതി എന്ന് പറഞ്ഞില്ലേ? നമ്മള് ചോറെടുക്കാൻ പോകണേ. അപ്പൊ കേസ് ഓൾറെഡി പരിപാടി ഓണായി. നമ്മുടെ അല്ലേ ഇത്? രണ്ട് നെട്ടേക്കണം. അപ്പൊ നമ്മുടെ നേരം ഇതാട്ടോ, ഈ കാണുന്ന നമ്മുടെ നേരം. ഞാൻ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സദ്യ കണ്ടിട്ടില്ല. നോക്കി എന്തൊക്കെ കൂട്ടാന്ന് നോക്കി. എൻ്റെ അമ്മേ, നാരങ്ങ, ഉണ്ണിയപ്പം, പരിപ്പ് വട. എൻ്റെ അമ്മേ, ഈ ചോറ് വിളമ്പണ്ട നിലത്ത് വിളമ്പേണ്ട വരും. അപ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ അമ്മേ, ഏതെങ്കിലും കല്യാണത്തിൽ കണ്ടിട്ടുണ്ടോ കഥകളി? എന്നാ പറയാറുള്ളത്? കഥകളിയൊക്കെ വിഷയം എന്നാ പറയാനുള്ളത്? നല്ല ടയർഡായിട്ടോ. ഇത് കട്ടിപ്പണിയാണ്. കുറച്ച് ഗിഫ്റ്റ് ഇത് ഗിഫ്റ്റിനകത്തുണ്ടായിരുന്നു. ജീരം മുട്ടായി 1000 പേരുടെ പരിപാടിയാണ്. നല്ല പണിയായിരിക്കും കേസ്. സദ്യ ഉണ്ടോ? ഒന്നും പറയാനില്ല. ഇത് രണ്ടാമത് ഇട്ട് വരുമ്പോൾ സമയമില്ല. അത് എത്ര സാധനം നമ്മൾ രണ്ടാമത് ചിന്തിച്ച് നോക്കിയേ, മറന്നു. അത് ഒരു ഇത് മാറിപ്പോയി പുള്ളി കലിപ്പാകുന്നല്ല പറഞ്ഞത്. കല്യാണച്ചക്കനും പെണ്ണും വരുന്നവരെ നല്ല സെറ്റായിരിക്കണം എന്നാണ് പറഞ്ഞത്. എങ്ങനെയാവോ ദൈവത്തിനറിയാം. മിക്കവാറും അവസാനം ഉണ്ണിയൊക്കെ പെടുത്തൊക്കെ എറിയും. എടുത്ത് കഴിക്കണം. ഞാൻ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. വന്നൊന്ന് പറഞ്ഞു തന്നടാ. എനിക്ക് അറിയത്തില്ല. നാരങ്ങ, മാങ്ങ, കിച്ചടി, മധുരക്കറി, ഓലൻ, അങ്ങനെ കുറേ കറികളുണ്ട്. കണ്ട് മനസ്സിലാക്കുക. ഉണ്ണിയപ്പം, വെള്ളം, ഇത് ഗിഫ്റ്റ് ബോക്സ് ഒക്കെ. ഗിഫ്റ്റ് ബോക്സിനകത്ത് വരുന്നൊരു സാധനമാണ് ആ സാധനം. പപ്പടം, പഴം. ഇനി ചോറും കറിയൊക്കെ എവിടെ, അല്ല ചോറും പുളിശ്ശേരിയൊക്കെ എവിടെ വിളമ്പുമാവോ. ഇത് നാരങ്ങ. ഭയങ്കര വലിയ സെറ്റപ്പ് കേട്ടോ. ആൾക്കാർ വരാൻ വേണ്ടി തുടങ്ങി കേട്ടോ.